ദ ലോർഡ്. ദൈവം സർവശക്തൻ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു: ഇയ്യോബ് ഭക്തനായിരിക്കുന്നത് നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്തും ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്തു നോക്കി ത്യജിച്ചു പറയും. ഈ വേദഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ മുഴുവനായി നാം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ഭൂമിയിൽ മുഴുവനും അക്കാലത്ത് സാത്താൻ ഊടാടി സഞ്ചരിച്ചിട്ട് ഇയ്യോബിനെ ശ്രദ്ധിച്ചപ്പോൾ അവനിൽ യഹോവയിലുള്ള ഭക്തി കൂടുതലായിട്ട് നിഴലിച്ചു കാണുവാൻ ഇടയായി തോന്നും. അനന്തര ഫലമായിട്ട് സാത്താൻ വിചാരിക്കുന്നത് അവന്റെ പ്രവൃത്തി അനുഗ്രഹിച്ചതുകൊണ്ടും അവന് സമ്പത്തുകൾ പെരുകിയതുകൊണ്ടും ഒക്കെയാണ് ഈ ഭക്തി നിഴലിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ്. അവനിലുള്ള ഭക്തി നഷ്ടപ്പെടുവാൻ, അവനുള്ളതെല്ലാം നഷ്ടപ്പെടുകയാണെങ്കിൽ അവനിലുള്ള ഭക്തി നഷ്ടപ്പെടും എന്നാണ് സാത്താൻ വിചാരിച്ചത്. ദൈവം അതിന് അനുവദിച്ചപ്പോൾ ഇയ്യോബിനുള്ളതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ഇവ കൊണ്ടൊന്നും തന്റെ ഭക്തിക്ക് ഒരു കോട്ടവും തട്ടിയില്ല എന്നു മാത്രമല്ല, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഒരുവനിൽ ദൈവഭക്തി ഉളവാകുന്നത് അവന്റെ ഭൗതിക നന്മകൾ കൊണ്ടോ അവന്റെ പ്രവർത്തികളുടെ അനുഗ്രഹം നിമിത്തമോ അവനിൽ ഉണ്ടാകുന്ന മാന്യതകളോ ശ്രേഷ്ഠതകളോ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളോ ഒന്നുമല്ല ഒരു വ്യക്തിക്ക് ദൈവത്തിങ്കലുള്ള ഭക്തി അവനിൽ ഉണ്ടാകേണ്ടത് അഥവാ ഉണ്ടാകുന്നത്. അത് ആന്തരികമായി അവനിൽ ഉണ്ടായി വരുന്നതാണ് ദൈവത്തോടുള്ള ഭക്തി എന്നുള്ളത്. ഇവിടെ നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നഷ്ടങ്ങൾ പെരുകുമ്പോൾ ഭക്തി കുറയുകയാണ് ചെയ്യുന്നത്. നാം പലപ്പോഴും നഷ്ടങ്ങളെ ഓർത്ത് പരിതപിക്കുകയും നിരാശപ്പെടുകയും ശാപവാക്കുകൾ ഉച്ചരിക്കുകയും ഒക്കെ നാം ചെയ്യാറുണ്ട്. എന്നാൽ നമ്മിൽ യഥാർത്ഥ ഭക്തിയാണ് ഉള്ളതെങ്കിൽ ഈ പ്രശ്നങ്ങളോ ഈ നഷ്ടങ്ങളോ ഈ കഷ്ടങ്ങളോ ഈ തളർച്ചകളോ ഒന്നും നമ്മളെ ബാധിക്കുകയില്ല. നമ്മുടെ ഭക്തിക്ക് യാതൊരു കോട്ടവും തട്ടുകയില്ല. ഭക്തി കൊണ്ട് ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. തിരുവചനം നാം പരിശോധിക്കുമ്പോൾ യഹോവ ഭക്തി കൊണ്ട് മനുഷ്യൻ ദോഷത്തെ വിട്ടകലുന്നു. അഥവാ യഥാർത്ഥ ദൈവഭക്തി ഉള്ളവൻ സകല ദോഷത്തെയും വിട്ടകലുന്നവനാണ്. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. നാം ഭക്തിയോടെയാണ് ജീവിക്കുന്നതെങ്കിൽ ദൃഢധൈര്യം നമ്മിൽ ഉണ്ടായിരിക്കും. ഏത് പ്രതികൂലത്തെയും സധൈര്യം ഞാൻ നേരിടുമെന്നുള്ള ഉറപ്പ് നമ്മുടെ ഭക്തിയിൽ കൂടെ നാം ആർജിക്കും. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. അപ്പോൾ യഹോവ ഭക്തി ഉള്ളവന് ജ്ഞാനം ഉള്ളവനാണ്, അറിവുള്ളവനാണ്. പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം അവനിൽ വിവേകമുള്ളതാണ്. അവൻ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. യഹോവ ഭക്തിക്കുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. യഹോവ ഭക്തിയോടെ ജീവിക്കുന്ന സ്ത്രീ പ്രശംസിക്കപ്പെടുമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. തന്നെയുമല്ല, ഭക്തനായിട്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കും. യഹോവ ഭക്തനാണെങ്കിൽ ദൈവത്തിന്റെ ദയ അവൻ കാണുവാനിടയായിത്തീരും. അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് യഹോവ ഭക്തർ പറയട്ടെ എന്ന് സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറയുന്നത്. യഹോവ ഭക്തന്മാരുടെ ആശ്രയം യഹോവയിലാണ്. കാരണം യഹോവ അവരുടെ സഹായവും പരിചയവുമാണ്. യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം തന്റെ ഭക്തന്മാരുടെ പ്രാണനെ കാക്കുന്നവനാണ്. യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുകയും തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതുമാണ്. യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു. ആയതിനാൽ യഹോവ ഭക്തിയോടെ ജീവിക്കുവാൻ, ഭക്തിയോടെ ദൈവത്തെ ആരാധിപ്പാൻ, ഭക്തിയോടെ ദൈവത്തെ പിൻപറ്റുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കുമാറാകട്ടെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.